അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമല്ലേ എൻ്റെ ജീവിതത്തിൽ റാഹത്ത് വേണം എന്നുള്ളത്, ഇസ്സത്ത് ഉള്ളൊരു ജീവിതം എനിക്ക് വേണമെന്നുള്ളത്. അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രയാസങ്ങൾക്ക് മീതൊരു വെളിച്ചങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്തോളി. ഇത് കേൾക്കണ നിങ്ങൾക്കും പറയണ എനിക്കും ഇത് ചെയ്യാനുള്ള ഭാഗ്യവും തൗഫീക്കും റബ്ബ് സുബ്ഹാനഹു തആല നൽകട്ടെ. കാരണം ഇതിൻ്റെ ഫലം ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരൂല. അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോഴുള്ളൂ ഇതിന് ഇത്രയും മഹത്വം ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയും ഫലവത്തായിട്ടുള്ള ഒരു അമൽ തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് വേഗത്തിൽ തന്നെ ഒന്ന് കടന്നു വരാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഇതിനർഹതപ്പെടുന്നവരിലേക്ക് പ്രയാസവും ബുദ്ധിമുട്ടും ജോലിയില്ലായ്മയും തകർച്ചയും തളർച്ചയും അനുഭവിക്കുന്നവരിലെ ഇത്രയൊക്കെ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പ്രയാസം അനുഭവിക്കുന്നൊക്കെ ഉണ്ടാവില്ലേ. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലുകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. ഞാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന അറിവുകൾ ഇടുമ്പോൾ അത് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിങ്ങളടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാറില്ലേ. നമ്മളുടെയൊക്കെ പ്രവാസി സുഹൃത്തുക്കൾ വളരെയധികം ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മളുടെയൊക്കെ കുടുംബത്തിൽ ഒരാളെങ്കിലും പ്രവാസ ലോകത്തുണ്ടായിരിക്കും. പല ആളുകളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസിനൊക്കെ, ഗ്രോസറി ഐറ്റംസിനൊക്കെ അവിടെ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒക്കത്തിനും വില കൂടിയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല എല്ലാവരെയും സഹായിക്കട്ടെ. ഇതിനൊരു വഴി, ഇത് അവസാനിപ്പിക്കാനുള്ള ഈ യുദ്ധത്തിൻ്റെ ഈ ഒരു അവസാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി റബ്ബ് കാണിച്ചു തരുക തന്നെ ചെയ്യട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അത് നമ്മൾ ചെയ്യുക നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി. ഒപ്പം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ടല്ലേ, ഇറാനിയൻ ജനത. അവർക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഓരോ മിനിറ്റും പിഞ്ചു കുഞ്ഞുങ്ങളടക്കമാണ് കുഴഞ്ഞു വീണ്, അതുപോലെ തന്നെ മിസൈലുകൾ പതിച്ച് മരണപ്പെട്ട് വീഴുന്നത്. ചെറിയ കുട്ടികൾ, ഒന്നും അറിയാത്ത പൈതലുകളാണ്. അപ്പോൾ അവരുടെ ആ ഒരു കണ്ണുനീരിന് വേണ്ടിയിട്ട് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക തന്നെ വേണം, അവരുടെ വിജയത്തിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കൈകൾ ആരുടേതാണെങ്കിലും, ഈ യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ആരാണെങ്കിലും, അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഇടങ്ങേറിന് കാരണക്കാരായവർ ആരാണെങ്കിലും അവർക്ക് തക്കമായിട്ടുള്ള ശിക്ഷ റബ്ബ് സുബ്ഹാനഹു തആല കൊടുക്കുക തന്നെ ചെയ്യണം. അതിന് നമ്മൾക്ക് ദുആ ചെയ്യുക തന്നെ ചെയ്യണം. അവരുടെ മനസ്സിൽ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ളൊരു വഴി റബ്ബ് സുബ്ഹാനഹു തആല ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക തന്നെ ചെയ്യണം. ഇതെൻ്റെ ഒരു വസിയത്ത് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഇത്തരത്തിൽ അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ സഹായത്തിന് വേണ്ടിയിട്ട്, അവർക്ക് റബ്ബിൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക തന്നെ ചെയ്യുക. നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം വേഗത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴുള്ളൂ ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ചില സമയം, ഹൃദയം നിറഞ്ഞിടങ്ങേറിൽ നിൽക്കുമ്പോഴും ആരോടും പറയാൻ പറ്റാത്ത ചില അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. എനിക്കിനി എന്ത് ചെയ്യണം എന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്ന ചില സമയങ്ങൾ. അങ്ങനെ ഒരു സമയം തന്നെയായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലും ഒരിക്കൽ വന്നത്. അന്ന് റസൂൽ ഒരു നബി ആയിരുന്നില്ല, ലോകത്തിന് മുമ്പിലും നിന്നിരുന്നില്ല. അതേപോലെ തന്നെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ചിന്തയുള്ള, സത്യത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യന്. പക്ഷേ റസൂൽ പലപ്പോഴും ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്ക് പോകുമായിരുന്നു, ലോകത്തിൻ്റെ തിരക്കുന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് സത്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം റസൂലിൻ്റെ ജീവിതം മുഴുവനായിട്ട് മാറിയത്. റസൂലിന് ആദ്യമായിട്ട് വഹി ലഭിച്ചത് അതൊരു വലിയ നിമിഷമായിരുന്നു റസൂലിന്. പക്ഷേ അതേസമയം അതൊരു ഭയപ്പെടുത്തുന്ന അനുഭവവുമായിരുന്നു റസൂലിന്. റസൂൽ ഒന്ന് കുലുങ്ങി ഭയപ്പെട്ടു. ഒടുവിൽ വീട്ടിലേക്ക് ഓടിയെത്തി. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. എന്നെ പുതപ്പിട്ട് മൂടൂ, എന്നെ ഒന്ന് മൂടൂ എന്ന് അവിടുന്ന് പറഞ്ഞു. ചിന്തിച്ചു നോക്കുകയാണെ, ഇന്ന് നമ്മൾ ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും തളരണില്ലേ? അപ്പോൾ ലോകത്തെ മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം ഒരാൾക്ക് ഒരേ സമയം വന്നിട്ടുണ്ടെങ്കിൽ അവൻക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുക? അവിടെ നിന്നാണ് ഒരു വലിയ ചരിത്രം തുടങ്ങുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല റസൂലിനെ വിളിക്കുകയാണ്.
ഒളിച്ചിരിക്കാനോ ഉറങ്ങാനോ അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു തആല റസൂലിനോട് പറഞ്ഞില്ല. എഴുന്നേൽക്ക്, രാത്രിയിൽ നിൽക്ക്. ഇതാണ് ഒരു മാറ്റത്തിൻ്റെ തുടക്കം വന്നത്. ലോകത്തിനെ നേരിടുന്നതിന് മുമ്പ് അവൻ രാത്രിയിൽ അള്ളാഹുവിനോട് നിൽക്കാൻ പഠിച്ചു. അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നമുക്കൊരു പ്രശ്നവും പ്രയാസവും പ്രതിസന്ധിയും വരുമ്പോൾ നമ്മൾ തളർന്ന് കിടക്കാതെ, നമ്മൾ ഒടിഞ്ഞു വീണ് കിടക്കാതെ, നമ്മൾ എണീറ്റ് രാത്രി സമയങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കാണ്, ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് എണീറ്റ് നമ്മൾ റബ്ബിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാനും റബ്ബിനോട് ദുആ ചെയ്യാനും ദിക്റുകൾ ചൊല്ലാനും മനസ്സിലുള്ള ഇടങ്ങേറുകൾ റബ്ബിനോട് പറയാനും ഒരു സമയങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയോ, നമ്മളുടെ ആ ഒരു സമയത്താണ് റസൂല് ആ ഒരു പ്രശ്നം അനുഭവിച്ച സമയത്താണ് സൂറത്തുൽ മുസമ്മിൽ അവതരിച്ചിട്ടുള്ളത് അല്ലേ. ആ ഒരു സൂറത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലേ. ഈ ഒരു സൂറത്തിനുണ്ടല്ലോ, നമ്മൾ ഈ ഒരു പാതിരാ നേരത്ത് നമ്മുടെ സുബ്ഹ്ക്ക് കുറച്ച് മുമ്പ് എണീറ്റാൽ മതി. നിങ്ങൾ രാത്രി മൊത്തത്തിൽ ഉറക്കമൊഴിച്ചിരിക്കുകയൊന്നും വേണ്ട. നമ്മുടെ സുബ്ഹ് നിസ്കാരത്തിൻ്റെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾക്ക് എണീച്ചിട്ട് നല്ല രീതിയിൽ ശരീരം അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നല്ല രീതിയിൽ വുളു എടുത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് റബ്ബിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾക്കൊന്ന് കരയാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ തീരും. എന്നിട്ട് നിങ്ങൾ ഒരു തവണ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുസമ്മിൽ ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് റബ്ബിനോട് ദിക്റുകളും ദുആകളും ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ മുസമ്മിൽ ഒരു തവണ നിങ്ങൾ പാരായണം ചെയ്താൽ മതി. ഒറ്റ തവണ, കൂടുതലൊന്നും വേണ്ട. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലുള്ള നടുക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതം ഒരിക്കലും വിജയിക്കൂല എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളുണ്ടല്ലോ, അവിടെ റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് സഹായത്തിനെത്തും. അത്രയും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. ഈ ഒരു അമലിനെ ഈ രീതിയിൽ ജീവിതത്തിൽ മുഴുവനായിട്ടും ഉടനീളം നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. എത്രയെത്ര അമലുകൾ നമ്മൾ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നുണ്ടത്. ആ രീതിയിൽ ഈ ഒരു അമലിനെ നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക. ഈ ഒരു അമലിൻ്റെ മഹത്വം മനസ്സിലാക്കുക. ഈ ഒരു അമല് ചെയ്ത് ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ അനേകം അനുഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഉൾപ്പെടുത്താൻ കാരണം. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. പിന്നെ ചില ആളുകൾ പറയും ഇത് ദിക്റായിട്ട് ചൊല്ലാമോ എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലും പറ്റൂല. കാരണം ഇത് നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള സൂറത്തായതുകൊണ്ട് തന്നെ, ഏറ്റവും ശക്തിയേറിയിട്ടുള്ള സൂറത്തായതുകൊണ്ട് തന്നെ ഇത് ശുദ്ധിയില്ലാതെ ഒരിക്കലും ഓതാൻ പാടില്ല, ദിക്റായിട്ടോ ചൊല്ലാൻ പാടില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ സംശയം ചോദിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടെ ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മനസ്സറിഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം നിങ്ങൾക്ക് ഈ ഒരു അമലിനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.